ഹലോ. നമുക്കിന്നൊരു പൂരം പുറപ്പാടിന് പോയാലോ? അങ്ങാടിപ്പുറത്ത് ഇന്ന് പൂരം പുറപ്പാട് സ്റ്റാർട്ട് ചെയ്യാണ്. ഏപ്രിൽ 3-ന്. ഞാൻ ഇതുവരെ പൂരം പുറപ്പാടൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ജോബിന് അവിടെ കയറിയതുകൊണ്ടാണ് കാണാനൊരു അവസരം കിട്ടി. അപ്പോൾ ഇന്ന് ഞാനും ഓഫീസിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചേച്ചിയും കൂടി സാരിയൊക്കെ എടുത്ത് പോകാമെന്ന് പ്ലാൻ ചെയ്തു. സത്യം പറയാലോ, നേരത്തെ എത്തണം, പൂരം പുറപ്പാട് 9:30 തുടങ്ങും എന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷേ ഞാൻ ഈ സാരിയൊക്കെ എടുത്ത് വന്നുകൊണ്ട് ലേറ്റായി. സാരമില്ല, ഞാൻ നേരെ ഓഫീസിൽ പോയി. കാരണം ബാഗൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. നമുക്ക് ഫുഡൊക്കെ അമ്പലത്തിലുണ്ട്. അപ്പോൾ ഞാൻ ബാഗും കുടയൊക്കെ ആയിട്ട് നേരെ ഓഫീസിലേക്കാണ് പോണേ. ഇതാണ് എൻ്റെ ഓഫീസിലേക്കുള്ള വഴി. അങ്ങാടിപ്പുറത്ത് അമ്പലത്തിൻ്റെ സ്റ്റോപ്പിലാണ് ഞാൻ ഇറങ്ങുക. അവിടെ അടുത്താണ് എൻ്റെ ഓഫീസ്. അപ്പോൾ നമുക്ക് തൊഴുകാനും ഞങ്ങൾ ഇടയ്ക്കൊക്കെ പോവാറുണ്ട് അമ്പലത്തിൽ പോയി നമുക്ക് ഡെയിലി ഇവിടെ ഫുഡൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ഓഫീസ്. ഈ കാണുന്നതാണ്. ഞാൻ പോയിട്ട് താക്കോലൊക്കെ ആയിട്ട് തുറന്ന് ഉള്ളിൽ ബാഗൊക്കെ വെച്ച് സെറ്റായി ഒന്നും കൂടി ഒന്ന് സാരിയൊക്കെ കംഫർട്ടാക്കിയിട്ടാണ് പോവാൻ പറഞ്ഞത്. ചേച്ചി അപ്പോഴേക്കും അവിടെ അമ്പലത്തിലെത്തിയായിരുന്നു. കൊട്ടിപ്പുറപ്പാട് തുടങ്ങി പറഞ്ഞു. കൊട്ടിപ്പുറപ്പാട് ഇതുവരെയും കണ്ടിട്ടില്ല. അപ്പോൾ എന്നാൽ കുറച്ച് ഒരു 1 ഹവറിൻ്റെ ഉള്ളിൽ തന്നെ കൊട്ടിക്കയറ്റം കൂടി ഉണ്ട് പറഞ്ഞു. അപ്പോൾ പൂവ് വെച്ചിട്ട് ഞാൻ ഇറങ്ങി. ബാഗൊക്കെ വെച്ചുകൊണ്ട് വലിയ കുഴപ്പമില്ല, കൈ വീശി പോകാമല്ലോ വിചാരിച്ചു. ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ ഇമാതിരി തിരക്കാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നല്ല വെയിലുണ്ടായിരുന്നു, ഭയങ്കര ചൂടും പുകയായിരുന്നു. പ്രത്യേകിച്ച് ഈ സാരിയും കൂടി എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ഡെയിലി ചുരിദാർ യൂസ് ചെയ്യുന്ന ആൾക്കാരല്ലേ. അപ്പോൾ എനിക്കങ്ങനെ ഡിസ്കംഫർട്ടായിരുന്നു. എന്നാലും സിമ്പിൾ സാരി ആയതുകൊണ്ട് അങ്ങനെ കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയത്. കുറച്ച് നടക്കാനുണ്ടല്ലോ നമുക്ക്. ആ നടവരിയിൽ കൂടെയൊക്കെ നിറയെ സാധനങ്ങളായിരുന്നു. നല്ല ചന്തമുണ്ടായിരുന്നു എല്ലാം കാണാൻ. എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങിക്കില്ല, പക്ഷേ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കണ്ട് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കുറേ നല്ല രസമല്ലേ പൂരപ്പറമ്പിൽ കൂടെ ഇങ്ങനെ തെണ്ടി നടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. തിരക്കാണെന്ന് പറഞ്ഞാൽ പോരാ, ഞാൻ ഇങ്ങനെയൊക്കെ നടന്നു പോകുമ്പോൾ വലിയ കുഴപ്പമില്ല, നേരെ ചേച്ചിയുടെ അടുത്തേക്ക് എത്താമെന്നാണ് വിചാരിച്ചത്. പക്ഷേ നടന്നിട്ട് അങ്ങോട്ട് എത്തണില്ല. തട്ടിയിട്ടും മുട്ടിയിട്ടും നമുക്ക് ഫ്രണ്ടിലേക്ക് നടക്കാനുള്ളൊരു സ്പേസ് പോലും കിട്ടുന്നുണ്ടായിരുന്നില്ല. കുറച്ചൊക്കെ മെല്ലെ സാരി എടുത്തുകൊണ്ട് ഞാൻ മെല്ലെയാണ് നടന്നു പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അങ്ങോട്ട് ചെന്ന് ഇതൊക്കെ ഈ നിൽക്കുന്നതൊക്കെ ഫുഡിനുള്ള ക്യൂ ആണ്. ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ 10:30 ആയിട്ടുള്ളൂ കേട്ടോ. പക്ഷേ ആ സമയത്ത് തന്നെ അവർ ഭക്ഷണത്തിനുള്ള ക്യൂ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത്രയും തിരക്കായിരുന്നു. അങ്ങനെ ഇത് ചേച്ചിയുടെ മോളാണ്, ചേച്ചിയുടെ അമ്മായിയമ്മ ഉണ്ടായിരുന്നു. ഇതാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചേച്ചി. അപ്പം ഞങ്ങൾ ചേച്ചീനെയും കൂട്ടിയിട്ട് പിന്നെ നമ്മൾ പൂരം കൊട്ടിക്കയറ്റം കാണാൻ പോവാ പറഞ്ഞു. അവർ നേരത്തെ വന്നുകൊണ്ട് കൊട്ടി ഇറക്കം കണ്ടിട്ടുണ്ടായിരുന്നു, എന്നെ കാത്ത് നിൽക്കായിരുന്നു. അപ്പം ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയിട്ട് കൊട്ടിക്കയറ്റം കാണാൻ പറഞ്ഞു. ഇതാണ്, ഞങ്ങളൊരു മതിലിൻ്റെ ഒരു സൈഡിൽ പോയി നിന്നു കേട്ടോ, എന്നാൽ നേരെ കാണാൻ വെച്ചിട്ട്. അപ്പോൾ എല്ലാവരും പറയുന്ന ആനയൊക്കെ വരും, സൈഡിൽ നിന്ന് അവർ മാറ്റും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമുക്ക് നല്ല വെയിലായതുകൊണ്ട് താഴോട്ട് ഇറങ്ങിപ്പോകാൻ വയ്യ, പിന്നെ നല്ല തിരക്കുമായിരിക്കും. അപ്പോൾ ഇതാ അവിടെ കണ്ടോ, ആന വരുന്ന അവിടെ ആറാട്ട് കുളമാണ്. അവിടെ കുളിച്ച് കൊട്ടി ഇറക്കം കഴിഞ്ഞ് അവിടെ നിന്ന് കുളിച്ച് തായമ്പൊക്കെ കേട്ട് ആ അകമ്പടിയോട് കൂടിയാണ് നമ്മുടെ കൊട്ടിക്കയറ്റത്തിന് വരുന്നത്. അപ്പോൾ അത് കാണാൻ നല്ല കട്ട വെയിറ്റിംഗ് ആയിരുന്നു. നല്ല ചന്തമായിരുന്നു കാണാൻ. 3 ആന ഉണ്ടായിരുന്നു തിടമ്പൊക്കെ ഏറ്റിയിട്ട്. നല്ല ചന്തമായിരുന്നു. വേറെ എന്തൊക്കെയൊക്കെയോ കണ്ടു, ബാക്കിൽ കണ്ടില്ല, മറ്റേ ആ ഓലയുടെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്താണെന്ന് എനിക്കറിയില്ല. അത് ഞാൻ ആദ്യമായിട്ട്, എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണത്. അതും ഇത്രയും അടുത്ത് നിന്നിട്ട് ഭയങ്കര ചന്തമായിരുന്നു കാണാൻ. എനിക്ക് എന്താ പറയേണ്ടതല്ല, അത്രയും രസമായിരുന്നു കൊട്ടിക്കയറ്റം എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മുകളിൽ നമ്മൾ ഭഗവതിയുടെ കോവിലിൻ്റെ അവിടെ വെച്ചിട്ട് പിന്നെ ഒരു 1 ഹവറോളം നിന്നിട്ടുള്ളൊരു തായമ്പൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ ശിവൻ്റെ അവിടെ പോയിട്ടുണ്ടാവും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ സംഭവം അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്ന പറയും. പിന്നെ ഇത് വലം വയ്ക്കും അത്രേ. അങ്ങനെ ഇതിൻ്റെ പ്രോസസ്സ് പോകാൻ ഡെയിലി ഉണ്ട്. ഞങ്ങളിപ്പോൾ സൈഡിൽ നിന്ന് കുടയൊക്കെ ചൂടി നിന്നു. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ആനയൊക്കെ ഇങ്ങനെ വരുന്ന സമയമായപ്പോൾ, ഇടം പേറ്റി വരുന്ന സമയമായപ്പോഴേക്കും ഞങ്ങൾ നിൽക്കുന്ന അവിടെ നമുക്ക് നിൽക്കാനുള്ള സ്പേസ് കിട്ടുന്നില്ല, അത്രയും തിരക്ക്. പക്ഷേ ഞങ്ങൾ അവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും അടുത്തുനിന്ന് ഭഗവതീനെ നേരെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. നല്ല ചന്തമായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. മോളെ കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ മോളെ കൊണ്ടുവരാൻ നല്ല പണി കിട്ടി എനിക്ക്. ഒന്നാമത് തിരക്ക്, അവൾക്ക് ചൂട് ഭയങ്കരമായിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല, പിന്നെ നല്ല വാശിയായിരിക്കും. ഇതാകുമ്പോൾ നമ്മൾ ഒറ്റത്തടി ആകുമ്പോൾ നമുക്ക് സുഖമായിട്ട് ഇരുന്ന് കണ്ട് ആസ്വദിച്ചിട്ട് പോവുകയും ചെയ്യാമായിരുന്നു. അപ്പം ഞാൻ നല്ലൊരു ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഞാനിത് കാണാൻ വേണ്ടിയിട്ട്. എൻ്റെ ഇടയിൽ കൂടെ നമ്മളവിടെ നിന്ന് ഇങ്ങനെ ചെറുതായിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയുന്നവരൊക്കെ ഉണ്ടോ നോക്കി, പക്ഷെ ആരും നമ്മൾ സത്യം പറഞ്ഞാൽ കണ്ടില്ല. ഞങ്ങൾ പണ്ടൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അറിയുന്നവർ കുറേ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ഇവർ പറയുന്നത് എല്ലാ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ തിരക്ക് കുറവാണെന്നാണ് പറയുന്നത്. പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നല്ല തിരക്കുണ്ടായിരുന്നു. അവരൊക്കെ പറയണത് ഇതിനേക്കാൾ തിരക്കുണ്ടാവുന്ന.
ഈ സമയത്തൊക്കെ ഞങ്ങളുടെ അടുത്തു കൂടെയാണ് കേട്ടോ ആന പോണത്. ഈ ആനയൊക്കെ എൻ്റെ തൊട്ടടുത്ത് കൂടെ. എനിക്ക് എൻ്റെ കൂടെയുള്ള ചേച്ചി പറയാം നമുക്ക് പോവാം ചിലപ്പോൾ അതെങ്ങാനും ഓടിയാലോ. പക്ഷേ ഇതുവരെ അങ്ങാടിപ്പുറത്ത് ആന ഇടഞ്ഞിട്ടില്ല എന്നാണ് കേട്ടത്. എന്നാലും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അടുത്തു കൂടെ ഇങ്ങനെ പോകുമ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ ആന അടുത്തു കൂടെ പോകുക പറഞ്ഞാൽ എനിക്ക് കയ്യും കാലും വരച്ച് അവിടെ നിന്ന് ഞാൻ അങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുമായിരുന്നു. ആ സ്ഥാനത്താണ് എൻ്റെ ഇത്രയും അടുത്ത് തൊട്ട് ഈ ചെവിടെ കാട്ടണുണ്ടല്ലോ എൻ്റെ അടുത്ത് കൂടെ ഈ വീശിക്കൊണ്ടിരിക്കണത്. ഞങ്ങൾ അത്ര അടുത്തായിരുന്നു. പിന്നെ ഇവരെന്തോ രാജകുടുംബ ഉള്ളവരൊക്കെ എന്തൊക്കെയോ പൂജയൊക്കെ ചെയ്ത് എന്താ ഭഗവതീനെ അങ്ങോട്ട് കയറ്റിയിട്ട് ഇനി അവിടെ വെച്ചിട്ട് നല്ലൊരു തായമ്പക ഉണ്ട് കേട്ടോ. തായമ്പക എന്ന് പറഞ്ഞപ്പോൾ അടിപൊളിയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാനും. നല്ല താളത്തിൽ ഇങ്ങനെ. ഇതിനാണ് ആൾ കൂടിയത്. ഞങ്ങൾ നിൽക്കുന്നത് ആനയുടെ ബാക്ക് ഭാഗം കേട്ടോ. അങ്ങനെ ഫ്രണ്ടിലേക്ക് പോകാൻ നമുക്ക് സ്പേസ് കിട്ടുന്നില്ല, അത്രയും തിരക്കാണ് ആ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഞങ്ങൾ ബാക്കിൽ നിന്നു. ഇത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഇനി ഫുഡിന് നല്ല തിരക്കുണ്ട്. പക്ഷെ നമ്മൾക്ക് കൂപ്പൺ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ഓഫീസിൻ്റെ കൂപ്പൺ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ആ കൂപ്പണായിട്ട് പോകാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് പറഞ്ഞത് ചേച്ചി നമുക്കൊരു കുറിയെങ്കിലും തുടങ്ങി അമ്പലത്തിൽ വന്നിട്ട് പറഞ്ഞപ്പോൾ പൂജാരി വന്നപ്പോൾ നമ്മൾ കുറി വാങ്ങിയപ്പോഴാണ് അവിടെ വെള്ളം ഉണ്ടായിരുന്നില്ല നമുക്ക് കുറി തൊടാൻ. പിന്നെ ഞങ്ങൾ കൂപ്പണൊക്കെ ഇട്ട് നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന പുതിയ ഹാളാണ് കേട്ടോ. നമുക്ക് ചോറും മോരുകറി പായസം ഉണ്ടായിരുന്നു, ഒരു ഓലൻ, പിന്നെ ഒരു മാങ്ങച്ചാറുണ്ടായിരുന്നു. അതും കഴിച്ച് നമ്മൾ പോന്നപ്പോഴാണ് ഇങ്ങനത്തെ മാലകൾ കണ്ട് നിറയെ കമ്മൽ. ഞാൻ പറഞ്ഞു എനിക്കിതൊക്കെ കാണുന്ന ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കണ്ട് ഇങ്ങനെ ഓരോന്ന് പെറുക്കി പോന്നപ്പോഴാണ് ചേച്ചിയുടെ അവൾക്ക് വണ്ടിയോടൊക്കെ ഭയങ്കര ക്രേസാണ്. അപ്പം നമുക്ക് വണ്ടി വാങ്ങിക്കാൻ പറഞ്ഞ് പോയി. മറ്റേ ബാക്ക് റിവേഴ്സ് കാറൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ നോക്കാൻ പറഞ്ഞിട്ട് പോയി. ഭയങ്കര സോഫ്റ്റ് ടോയ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്ത് ചന്ത അറിയാം കാണാൻ, നല്ല സോഫ്റ്റ് ടോയ്സ്. മറ്റേത് മോൾക്കൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് പഞ്ഞി ഇങ്ങനെ പോരുന്നതായിരുന്നു. ഭയങ്കര നല്ല ക്വാളിറ്റി ഉള്ള സോഫ്റ്റ് ടോയ്സ് ആയിരുന്നു കേട്ടോ. പിന്നെ മോളിൽ അങ്ങനത്തെ കാറൊക്കെ തോന്നി. എന്ത് വില അറിയും, ഒരു കുഞ്ഞ് കാറിനൊക്കെ 150 രൂപയായി. അപ്പോൾ അവർ പറയും അത് ഇരുമ്പാണ്, അതുകൊണ്ടാണ് അങ്ങനെയാണ് പറഞ്ഞത് കേട്ടോ. എന്നിട്ട് നമ്മളിങ്ങനത്തെ 2 എണ്ണം മേടിച്ചു, ചേച്ചിയുടെ മോൾക്കും പിന്നെ അവരുടെ കസിൻ്റെ കുട്ടിക്ക് വേണ്ടി വാങ്ങിച്ചു. അത് കഴിഞ്ഞ് വരുമ്പോൾ നമുക്കൊരു ഫ്രഷ് ജ്യൂസ് കുടിക്കാമല്ലോ. ചേച്ചി പറഞ്ഞു പൂരപ്പറമ്പിൽ ഒന്നും വാങ്ങിത്തരില്ല, വല്ല ഫുഡ് ഇൻഫെക്ഷൻ പറഞ്ഞിട്ട് ഞങ്ങൾ 3 ആളും ഒരു പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചു. പിന്നെ കുറച്ച് ഫോട്ടോസ് എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ ബ്ലോക്കും കഴിഞ്ഞ് വീടെത്തുന്ന എപ്പോഴറിയോ, രാത്രി 7:30 മണി ആയിട്ടുണ്ട്.